നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോസ് കാർ സ്റ്റീരിയോ എങ്ങനെ വീട്ടിൽ ഉപയോഗിക്കാം എന്നതാണ്. ഇതിനൊക്കെ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ വന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു 12 വോൾട്ട് DC അഡാപ്റ്റർ ആണ്, പിന്നെ ഒരു കാർ സ്റ്റീരിയോ ആണ്. ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇതൊരു ഓൾഡ് മോഡൽ ടൈപ്പാണ്. ഇതിൽ ഡിസ്ക്, ഓക്സ്, റേഡിയോ, AM ഒക്കെ ആണ് വർക്കാവുക. പിന്നെ ഇതിൻ്റെ വയറിങ് വെച്ചാൽ ഈ റെഡ് വയർ, യെല്ലോ, ബ്ലാക്ക് ഇത് മൂന്നുമാണ് നമ്മൾ കറണ്ടിലേക്ക് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഈ വരുന്ന ഈ 2 ഗ്രീൻ വയർ, ഈ 2 വയലറ്റ്, പിന്നെ ഈ 2 വയറും ഈ 2 വയറുമാണ് നമ്മൾ സ്പീക്കറിലേക്ക് കൊടുക്കാൻ പോകുന്നത്. ഈ വയറും പിന്നെ ഈ വരുന്ന ഈ 2 പോർട്ട് നമ്മൾ സബ് വൂഫറിലേക്കുള്ളതാണ്. പിന്നെ ഈ ഹോള് നമുക്ക് ആൻറ്റീന ഫിക്സ് ചെയ്യാനുള്ളതാണ്. എല്ലാ കാർ സ്റ്റീരിയോയിലും ഏകദേശം ഇതേമാതിരിയാണ് വരിക. ഇത് ഡയറക്റ്റ് ബാറ്ററിയിലേക്കും, പിന്നെ ഇത് ചാവി ഓണാക്കുമ്പോൾ മാത്രം വരേണ്ട ലൈനും, ഇത് പിന്നെ നെഗറ്റീവുമാണ്. നമ്മളിത് വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഈ 2 വയറും ജോയിന്റ് ചെയ്യണം. ഞാൻ വയർ സ്ട്രിപ്പ് ചെയ്യുന്ന ആദ്യം. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ അത് റെഡി ആയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ DC അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് വയർ ഇതിൽ കണക്ട് ചെയ്യുക. ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് കവർ ചെയ്യുക. അതുപോലെ നമ്മൾ ഈ കാർ സ്റ്റീരിയോന്റെ നെഗറ്റീവ് വയറും സ്ട്രിപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ അഡാപ്റ്ററിന്റെ നെഗറ്റീവുമായി കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് അതൊന്ന് കവർ ചെയ്യണം. ഇതിൻ്റെ പവർ സപ്ലൈ വയറിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ വയറൊക്കെ നമ്മൾ സ്പീക്കറിലേക്ക് കൊടുക്കാനുള്ളതാണ്. അതിനും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാം, സ്വിച്ച് ഇടാം. ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. അത് കിട്ടുന്നുണ്ട്. FM, CD, ഓക്സ് ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി ഇത് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യണം. നമ്മളിത് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്പീക്കറിൻ്റെ വയർ കണക്ട് ചെയ്യാം. സ്പീക്കറിൻ്റെ ഒരു വയറായിട്ട് നമ്മളിത് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇൻസുലേഷൻ ടാപ്പ് വെക്കുക, കവർ ചെയ്യുക. അടുത്ത വയറും അതുപോലെ ചെയ്യുക. ഇൻസുലേഷൻ വെച്ച് അതും കവർ ചെയ്യണം. അതുപോലെ നമുക്ക് ഈ എല്ലാ വയറുകളും സ്പീക്കറായിട്ട് കണക്ട് ചെയ്യണം. അതുപോലെ എല്ലാ സ്പീക്കറിനെയും വയർ കണക്ട് ചെയ്യണം.
എല്ലാം ഇൻസുലേഷൻ ടാപ്പ് വെച്ച് കവർ ചെയ്യണം, ഇല്ലെങ്കിൽ ഷോർട്ടേജ് വരുന്നതാണ്. അടുത്ത സ്പീക്കറിനെ വയർ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അവസാനത്തെ സ്പീക്കർ ചെറിയൊരു സ്പീക്കറാണ്, സൗണ്ട് ക്ലാരിറ്റിക്ക്. അതും കൂടി നമുക്ക് ഫിക്സ് ചെയ്യാം. ആദ്യം പറഞ്ഞാൽ ഫുള്ളൊന്ന് വിശദീകരിച്ച് തരാം. ഇത് പവർ സപ്ലൈ എന്ന് വരുന്ന 12 വോൾട്ടാണ്. അതിലേക്ക് നമ്മൾ ഇതിന്ന് വരുന്ന ഈ റെഡും യെല്ലോ വയർ പോസിറ്റീവിലും കണക്ട് ചെയ്യാം, ബ്ലാക്ക് വയർ അതിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യാം. ബാക്കി ഇതാ വയലറ്റ്, ഗ്രീന്, 2 ഗ്രേ, പിന്നെ ഈ വൈറ്റ്, ഇതെല്ലാം സ്പീക്കറിലേക്കാണ് നമ്മൾ ഇതുവരെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ 2 ഹോള് സബ് വൂഫറിലേക്കാണ്. അതിനോടൊപ്പം ഇതാ ഈ സിസ്റ്റം റിമോട്ട് കൺട്രോൾ പറഞ്ഞ ഈ വയറും സബ് വൂഫറിലേക്കാണ്. പിന്നെ ഈ ഹോള് ആൻറ്റീനേക്കാണ്. നമുക്കിതൊന്ന് വർക്ക് ചെയ്യണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാം. ആദ്യം അത് സ്വിച്ച് ഇടാം, എന്നിട്ട് നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പം ആൻറ്റീന ഇല്ലാത്തതുകൊണ്ട് നമുക്ക് FM ഒന്നും കിട്ടൂല. എന്നാലും ഇതിൽ ഓക്സ് ആക്കാം. CD ഇതാ FM, AM, പിന്നെ CD, പിന്നെ നമുക്കുള്ളത് ഓക്സ് ആണ്. അപ്പോൾ ഓക്സ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഓക്സ് കേബിൾ കണക്ട് ചെയ്യണം ആദ്യം. ഓക്സ് കേബിൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കേബിൾ ഈ മൊബൈലിലേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ സോങ് പ്ലേ ചെയ്യാം. ഓക്കെ, ഇനി സൗണ്ട് കുറച്ച് സെറ്റ് ചെയ്യാണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഇതുവരെ